ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രൈഡ് റൈസിലേക്കുള്ള റൈസിന് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ നേരം കുതിർത്തി അവിടെ മാറ്റി വെക്കുക. മണിക്കൂറിന് ശേഷം അത് ഊറ്റി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അത് കുക്ക് ചെയ്തെടുക്കണം. ഇത് തിളപ്പിച്ചൂറ്റുന്ന രീതിയിലാണ് വെക്കുന്നത്. ഫ്രൈഡ് റൈസ് തിളപ്പിച്ചൂറ്റുന്ന രീതിയിൽ വെച്ചാലാണ് ചോറ് നന്നായിട്ട് കിട്ടുക. അപ്പോൾ ആദ്യം വെള്ളം വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച ശേഷം അതിലേക്ക് ഊറ്റി മാറ്റി വെച്ച അരി ചേർത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ ചോറ് നന്നായി വെന്ത് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുക്കാം. അങ്ങനെ ഊറ്റിയെടുത്ത ചോറ് ഒരു പരന്ന പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുമ്പം ചോറ് ഉടയാതെ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ തലേന്ന് തന്നെ ചോറ് റെഡിയാക്കി വെക്കാവുന്നതാണ്. പിറ്റേന്നത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നാൽ നല്ല ഉടയാതെ നല്ല റൈസായിട്ട് കിട്ടും. ഫ്രൈഡ് റൈസിൻ്റെ ചോറ് എപ്പോഴും തണുത്ത ശേഷം മാത്രം മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, എന്നാലേ നന്നായിട്ട് കിട്ടുള്ളൂ. ഇനി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 6 അല്ലി വെളുത്തുള്ളി നന്നായി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ. ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ 10 ബീൻസ്, ഒരു ക്യാപ്സിക്കം, ഇതൊക്കെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, ഫ്രോസൺ അല്ലെങ്കിൽ വേവിച്ച ശേഷം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിലാണ്. 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്കാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് കുറേശ്ശെയായിട്ട് ചോറ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ളത് ചേർക്കുക. അങ്ങനെ മുഴുവൻ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മുഴുവൻ ചോറും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. ഇനി അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.